നമ്മൾ നാനോ മെറ്റീരിയൽസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. നാനോ മെറ്റീരിയൽസിൻ്റെ കെമിക്കൽ സിന്തസിസ് മെത്തേഡ്സിനകത്ത് ആദ്യം നമ്മൾ പഠിച്ചത് സോൾജൽ മെത്തേഡാണ്. രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് കെമിക്കൽ റിഡക്ഷൻ മെത്തേഡാണ്. എന്താണ് ഈ കെമിക്കൽ റിഡക്ഷൻ മെത്തേഡെന്ന് നോക്കാം. കെമിക്കൽ റിഡക്ഷൻ മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മെറ്റൽ സോൾട്സിനകത്ത് മെറ്റൽ അയോൺസ് ഉണ്ട്. മെറ്റൽ സോൾട്ടുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്തുണ്ട്? മെറ്റൽ അയോൺസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു സ്യൂട്ടബിൾ റെഡ്യൂസിങ് ഏജൻറ്റ് എടുക്കും. ഈ സ്യൂട്ടബിൾ റെഡ്യൂസിങ് ഏജൻറ്റ് യൂസ് ചെയ്തിട്ട് മെറ്റൽ അയോൺസിനെ റെഡ്യൂസ് ചെയ്ത് മെറ്റൽ ആറ്റമാക്കി മാറ്റും. അങ്ങനെ ഫോം ചെയ്യുന്ന മെറ്റൽ ആറ്റം അഗ്രഗേറ്റ് ചെയ്ത് ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യും. അത് അല്ലെങ്കിൽ നാനോ പാർട്ടിക്കിൾസ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. സോ നമ്മൾ മെറ്റൽ സോൾട്ട് എടുക്കും. മെറ്റൽ സോൾട്ടിനകത്ത് മെറ്റൽ അയോൺസ് ഉണ്ട്. ഒരു സ്യൂട്ടബിൾ റെഡ്യൂസിങ് ഏജൻറ്റ് വെച്ച് മെറ്റൽ അയോണിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് മെറ്റൽ ആറ്റമാക്കി മാറ്റും. ഇങ്ങനെ ഫോം ചെയ്യുന്ന മെറ്റൽ ആറ്റം അഗ്രഗേറ്റ് ചെയ്ത് ക്ലസ്റ്റേഴ്സ് അല്ലെങ്കിൽ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് ഫോം ചെയ്യും. ഇങ്ങനെ ഫോം ചെയ്ത് കഴിയുമ്പം നമ്മളവിടെ കുറച്ച് സ്റ്റെബിലൈസിങ് ഏജൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റെബിലൈസിങ് ഏജൻസിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ക്യാപ്പിംഗ് ഏജൻറ്റ്സ്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എന്തിനാണ് ഈ സ്റ്റെബിലൈസിങ് ഏജൻറ്റ്സ് ആഡ് ചെയ്യുന്നത്? നാനോ പാർട്ടിക്കിൾസ് അഗ്രഗേറ്റ് ചെയ്തിട്ട് വീണ്ടും ലാർജർ പാർട്ടിക്കിൾസ് ആവുന്നത് പ്രിവെൻറ്റ് ചെയ്യണം. ഈ നാനോ പാർട്ടിക്കിൾസ് അഗ്രഗേറ്റ് ചെയ്ത് കൂടുതലായിട്ട് ചെയ്താൽ എന്താവും? ലാർജർ പാർട്ടിക്കിൾസ് ആവും. അത് ആവുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്റ്റെബിലൈസിങ് ഏജൻറ്റ് അല്ലെങ്കിൽ ക്യാപ്പിംഗ് ഏജൻറ്റ് എന്ന് പറയുന്നത്. അതായത് നാനോ സ്കെയിൽ സൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് സ്റ്റെബിലൈസിങ് ഏജൻറ്റ് അല്ലെങ്കിൽ ക്യാപ്പിംഗ് ഏജൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് മെറ്റൽ സോൾട്ട് എങ്ങനെ സെലക്ട് ചെയ്യാം? സെലക്ഷൻ ഓഫ് മെറ്റൽ സോൾട്ട് പ്രിക്കേഴ്സർ. നമ്മുടെ കെമിക്കൽ റിഡക്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെറ്റൽ സോൾട്ടിൽ നിന്നാണ്. നമ്മൾ പറഞ്ഞു മെറ്റൽ സോൾട്ടിനകത്താണ് മെറ്റൽ അയോൺ ഉള്ളത്. അപ്പോൾ നമ്മുടെ കെമിക്കൽ റിഡക്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ വെച്ചാണ്? മെറ്റൽ സോൾട്ടിൽ നിന്നാണ്. ഈ മെറ്റൽ സോൾട്ടാണ് മെറ്റൽ അയോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഗോൾഡ് നാനോ പാർട്ടിക്കിളാണ് വേണ്ടതെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന മെറ്റൽ സോൾട്ട് ഏതാണ്? ടെട്രാ ക്ലോറോ ഓറിക് ആസിഡാണ് ഗോൾഡ് നാനോ പാർട്ടിക്കിൾസിൻ്റെ സിന്തസിസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റൽ സോൾട്ട് എന്ന് പറയുന്നത്. സിൽവർ നാനോ പാർട്ടിക്കിൾസിൻ്റെ സിന്തസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന സോൾട്ട് ഏതാണ്? അത് സിൽവർ നൈട്രേറ്റ് ആണ്. സിൽവർ നൈട്രേറ്റ് വെച്ചിട്ടാണ് സിൽവർ നാനോ പാർട്ടിക്കിൾസിൻ്റെ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ പ്ലാറ്റിനം നാനോ പാർട്ടിക്കിൾ ആണെങ്കിൽ പ്ലാറ്റിനം നാനോ പാർട്ടിക്കിളിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മെറ്റൽ സോൾട്ട് ഏതാണ്? അത് ഹെക്സാ ക്ലോറോ പ്ലാറ്റിനിക് ആസിഡാണ്. അപ്പം മെറ്റൽ സോൾട്ട് ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. കെമിക്കൽ റിഡക്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മെറ്റൽ സോൾട്ടിൽ നിന്നാണെന്ന് പറഞ്ഞു. ഒരു പ്രോപ്പറായിട്ട് മെറ്റൽ സോൾട്ട് എടുത്ത് ആ മെറ്റൽ സോൾട്ടാണ് മെറ്റൽ അയോൺസിനെ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഗോൾഡ് നാനോ പാർട്ടിക്കിൾസിന് വേണ്ടി ചൂസ് ചെയ്യുന്ന സോൾട്ട് ഏതാണ്? അത് ടെട്രാ ക്ലോറോ ഓറിക് ആസിഡാണ്. സിൽവർ നാനോ പാർട്ടിക്കിൾസിൻ്റെ സിന്തസിസിനാണേലോ അത് സിൽവർ നൈട്രേറ്റ് ആണ്. പ്ലാറ്റിനം നാനോ പാർട്ടിക്കിൾസിൻ്റെ സിന്തസിസിന് ഏതാണ്? ഹെക്സാ ക്ലോറോ പ്ലാറ്റിനിക് ആസിഡാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? നമുക്കൊരു റെഡ്യൂസിങ് ഏജൻറ്റിനെ ചൂസ് ചെയ്യണം. റെഡ്യൂസിങ് ഏജൻറ്റ് എന്താ? ഈ റെഡ്യൂസിങ് ഏജൻ്റാണ് മെറ്റൽ അയോണിനെ മെറ്റാലിക് സ്റ്റേറ്റിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നത്. സോ റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്? മെറ്റൽ അയോണിനെ മെറ്റൽ ആറ്റമായിട്ട് റെഡ്യൂസ് ചെയ്യുന്നത് റെഡ്യൂസിങ് ഏജൻ്റാണ്. സോ പ്രോപ്പറായിട്ടൊരു റെഡ്യൂസിങ് ഏജൻറ്റ് നമ്മൾ ചൂസ് ചെയ്യണം. റെഡ്യൂസിങ് ഏജൻസിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? സോഡിയം ബോറോഹൈഡ്രൈഡ് ഒരു റെഡ്യൂസിങ് ഏജൻ്റാണ്. അസ്കോർബിക് ആസിഡ്. ആരായി അസ്കോർബിക് ആസിഡ്? വൈറ്റമിൻ സി ആണ് അസ്കോർബിക് ആസിഡ്. അതുപോലെ ഹൈഡ്രസീൻ ഒരു റെഡ്യൂസിങ് ഏജൻ്റാണ്. സിട്രിക് ആസിഡ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഗോൾഡ് നാനോ പാർട്ടിക്കിൾസിൻ്റെ സിന്തസിസ് മെത്തേഡാണ് ടർക്കവിച്ച് മെത്തേഡ് എന്ന് പറയുന്നത് ഗോൾഡ് നാനോ പാർട്ടിക്കിൾസിൻ്റെ സിന്തസിസ് മെത്തേഡാണ്. അതിനകത്ത് യൂസ് ചെയ്യുന്ന റെഡ്യൂസിങ് ഏജൻ്റാണ് സിട്രിക് ആസിഡ് എന്ന് പറയുന്നത്. സോ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റെഡ്യൂസിങ് ഏജൻറ്റ്സ് ഏതൊക്കെയാണ്? സോഡിയം ബോറോഹൈഡ്രൈഡ്, അസ്കോർബിക് ആസിഡ്, ഹൈഡ്രസീൻ, അതുപോലെ സിട്രിക് ആസിഡ് യൂസ് ചെയ്യുന്ന എവിടെയാണ്? ഗോൾഡ് നാനോ പാർട്ടിക്കിൾസിൻ്റെ സിന്തസിസ് ആയ ടർക്കവിച്ച് മെത്തേഡിലാണ് സിട്രിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ റെഡ്യൂസിങ് ഏജൻറ്റ്സ് എന്താ ചെയ്യുന്നത്? റെഡ്യൂസിങ് ഏജൻറ്റ്സ് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും. മെറ്റൽ അയോൺസിന് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്തിട്ട് മെറ്റൽ അയോൺസിനെ ന്യൂട്രൽ ആറ്റമാക്കി മാറ്റും. സോ റെഡ്യൂസിങ് ഏജൻറ്റ് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും. ഇവർ മെറ്റൽ അയോൺസിന് വേണ്ടിയിട്ടാണ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നത്.
അപ്പം മെറ്റൽ അയോൺ ഈ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? ന്യൂട്രൽ മെറ്റൽ ആറ്റമായിട്ട് മാറും. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ Ag+ അയോൺ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്താൽ എന്തായിട്ട് മാറും? Ag ആറ്റമായിട്ട് മാറും. അടുത്ത് നമുക്ക് പറയാനുള്ളത് ന്യൂക്ലിയേഷനാണ്. എന്താണ് ന്യൂക്ലിയേഷൻ? മെറ്റൽ അയോൺസ് ന്യൂട്രൽ ആറ്റം ആകുമ്പം ചെറിയ ചെറിയ ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യും. ഇതിനെയാണ് ന്യൂക്ലിയേഷൻ എന്ന് പറയുന്നത്. മെറ്റൽ അയോൺസ് മെറ്റൽ ആറ്റമായിട്ട് മാറും. അങ്ങനെ മെറ്റൽ ആറ്റം ആകുമ്പം, അതായത് ന്യൂട്രൽ ആറ്റമായിട്ട് മാറുമ്പം ചെറിയ ചെറിയ ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ ന്യൂക്ലിയേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഗ്രോത്ത്. എന്താ ഗ്രോത്ത്? ഒരിക്കൽ ന്യൂക്ലിയൈ ഫോം ചെയ്ത് കഴിഞ്ഞാൽ വേറെ അഡീഷണൽ ആറ്റംസ് ഇതിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്യും. അങ്ങനെ അറ്റാച്ച് ചെയ്ത് നാനോ പാർട്ടിക്കിൾസ് ഗ്രോ ആവും. അതിനെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. സോ ഒരിക്കൽ ന്യൂക്ലിയൈ ഫോം ചെയ്യും. ആ ന്യൂക്ലിയൈ ഫോം ചെയ്താൽ അഡീഷണൽ ആറ്റംസ്, വേറെ ആറ്റം വന്ന് ഇതിലേക്ക് അറ്റാച്ച് ആവും. എന്നിട്ട് നാനോ പാർട്ടിക്കിൾസ് ഗ്രോ ആവുന്നതിനെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇനി നാനോ പാർട്ടിക്കിൾസിൻ്റെ സൈസ് റെഗുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ് നാനോ പാർട്ടിക്കിൾസിൻ്റെ സൈസ് റെഗുലേറ്റ് ചെയ്യുന്നത്? നാനോ പാർട്ടിക്കിൾസിൻ്റെ സൈസ് റെഗുലേറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്താൽ മതി. എന്തൊക്കെ കൺട്രോൾ ചെയ്താൽ മതി? അതായത് കോൺസെൻട്രേഷൻ ഓഫ് റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, അതുപോലെ റേറ്റ് ഓഫ് ന്യൂക്ലിയേഷൻ. ഇത്രയും കാര്യങ്ങൾ കൺട്രോൾ ചെയ്താൽ നാനോ പാർട്ടിക്കിൾസിൻ്റെ സൈസ് റെഗുലേറ്റ് ചെയ്യാം. സോ നാനോ പാർട്ടിക്കിൾസിൻ്റെ സൈസ് റെഗുലേറ്റ് ചെയ്യാൻ കൺട്രോൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? കോൺസെൻട്രേഷൻ ഓഫ് റെഡ്യൂസിങ് ഏജൻറ്റ്, ടെമ്പറേച്ചർ, അതുപോലെ റേറ്റ് ഓഫ് ന്യൂക്ലിയേഷൻ. ഇത് 3ഉം കൺട്രോൾ ചെയ്താൽ നാനോ പാർട്ടിക്കിൾസിൻ്റെ സൈസ് റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റെബിലൈസിങ് ഏജൻസിനെ കുറിച്ചാണ്. കോമൺ ആയിട്ടുള്ള സ്റ്റെബിലൈസിങ് ഏജൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കോമൺ സ്റ്റെബിലൈസിങ് ഏജൻസ് ആണ് PVP അഥവാ പോളിവിനൈൽ പൈറോലിഡോൺ എന്ന് പറയുന്നത് PVP. സിട്രേറ്റ് അയോൺസ്, അതുപോലെ സർഫാക്റ്റൻസ് ലൈക്ക് സോഡിയം ഡൊഡിസിൽ സൾഫേറ്റ്, SDS എന്ന് പറയുന്നത് സോഡിയം ഡൊഡിസിൽ സൾഫേറ്റ് ആണ് സർഫാക്റ്റൻസ്. അല്ലെങ്കിൽ തയോൾ ബേസ്ഡ് ലിഗാൻസിന് എക്സാമ്പിളാണ് സിസ്റ്റെയിൻ എന്ന് പറയുന്നത്, സിസ്റ്റെയിൻ. സോ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റെബിലൈസിങ് ഏജൻസ് ആണ് PVP അഥവാ പോളിവിനൈൽ പൈറോലിഡോൺ, സിട്രേറ്റ് അയോൺസ്, സർഫാക്റ്റൻസ് ലൈക്ക് സോഡിയം ഡൊഡിസിൽ സൾഫേറ്റ്, തയോൾ ബേസ്ഡ് ലിഗാൻസ് ലൈക്ക് സിസ്റ്റെയിൻ എന്ന് പറയുന്നതൊക്കെ കോമൺ സ്റ്റെബിലൈസിങ് ഏജൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്തിനാ സ്റ്റെബിലൈസിങ് ഏജൻസ് യൂസ് ചെയ്യുന്നത്? സ്റ്റെബിലൈസിങ് ഏജൻസ് എന്ന് പറയുന്നത് ക്യാപ്പിംഗ് ഏജൻസ് എന്നും അറിയപ്പെടുമെന്ന് നമ്മൾ പറഞ്ഞു. നാനോ പാർട്ടിക്കിൾസ് അഗ്രിഗേറ്റ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യണം. കാരണം ഇല്ല എന്ത് പറ്റും? നാനോ പാർട്ടിക്കിൾസ് അഗ്രിഗേറ്റ് ചെയ്ത് ലാർജർ പാർട്ടിക്കിൾസ് ആയിട്ട് മാറും. നമുക്കത് വേണ്ട, നാനോ പാർട്ടിക്കിൾസ് ആയാൽ മതി. അപ്പോൾ നാനോ പാർട്ടിക്കിൾസ് അഗ്രിഗേറ്റ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സ്റ്റെബിലൈസിങ് ഏജൻറ്റ് അല്ലെങ്കിൽ ക്യാപ്പിംഗ് ഏജൻസ് യൂസ് ചെയ്യുന്നത്. സോ ഇവരെന്നാ ചെയ്യും? ഇവർ പാർട്ടിക്കിൾസിന് ചുറ്റും ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ പ്രൊവൈഡ് ചെയ്യും. നാനോ പാർട്ടിക്കിൾസിന് ചുറ്റും ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയുള്ള സ്റ്റെറിക് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ വഴി നാനോ പാർട്ടിക്കിൾസ് സൊല്യൂഷനിൽ നന്നായിട്ട് ഡിസ്പേഴ്സ്ഡ് ആവും. അപ്പം നാനോ പാർട്ടിക്കിൾസിന് ചുറ്റും ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഫോം ചെയ്യും. സോ ഇങ്ങനെ പ്രൊട്ടക്റ്റീവ് ലെയർ കാരണം ഉണ്ടാവുന്ന സ്റ്റെറിക് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ വഴി നാനോ പാർട്ടിക്കിൾസ് സൊല്യൂഷനകത്ത് നന്നായിട്ട് ഡിസ്പേഴ്സ്ഡ് ആവും, അതുപോലെ സ്റ്റേബിളും ആകും. അങ്ങനെ നാനോ പാർട്ടിക്കിൾസിൻ്റെ ഫർദർ ഗ്രോത്ത് ഇവർ പ്രിവെൻറ്റ് ചെയ്യും. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്യൂരിഫിക്കേഷനാണ്. നാനോ പാർട്ടിക്കിൾസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ സൊല്യൂഷൻ പ്യൂരിഫൈ ചെയ്യും. എന്തിനാണ് സൊല്യൂഷൻ പ്യൂരിഫൈ ചെയ്യുന്നത്? അതായത് എക്സസ് റിയേജൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് സൊല്യൂഷൻ നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നത്. സോ നാനോ പാർട്ടിക്കിൾസിനെ ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സൊല്യൂഷൻ പ്യൂരിഫൈ ചെയ്യും. എന്തിനാണ് പ്യൂരിഫൈ ചെയ്യുന്നത്? എക്സസ് റിയേജൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് സൊല്യൂഷൻ പ്യൂരിഫൈ ചെയ്യുന്നത്. എക്സസ് റിയേജൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ സാധനം വരും? റെഡ്യൂസിങ് ഏജൻറ്റ് വരും, സ്റ്റെബിലൈസർ വരും, അൺറിയാക്റ്റഡ് മെറ്റൽ അയോൺസും വരും. ഇത് 3നെയും റിമൂവ് ചെയ്യാനാണ് സൊല്യൂഷൻ പ്യൂരിഫൈ ചെയ്യുന്നത്. സോ എന്തിനെയൊക്കെ റിമൂവ് ചെയ്യാനാണ് സൊല്യൂഷൻ പ്യൂരിഫൈ ചെയ്യുന്നത്? സ്റ്റെബിലൈസേഴ്സ്, റെഡ്യൂസിങ് ഏജൻറ്റ്, അതുപോലെ അൺറിയാക്റ്റഡ് മെറ്റൽ അയോൺസ്. ഇതിനെ റിമൂവ് ചെയ്യാനാണ് സൊല്യൂഷൻ പ്യൂരിഫൈ ചെയ്യുന്നത്. അപ്പം പ്യൂരിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ഏതൊക്കെയാണ്? സെൻട്രിഫ്യൂഗേഷൻ ഉണ്ട്, ഫിൽട്രേഷൻ ഉണ്ട്, ഡയാലിസിസ് ഉണ്ട്. അപ്പം നമ്മൾ ഇത് സൊല്യൂഷനിൽ നിന്ന് ഇതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ഏതൊക്കെയാണ്? സെൻട്രിഫ്യൂഗേഷൻ ഉണ്ട്, ഫിൽട്രേഷൻ ഉണ്ട്, ഡയാലിസിസ്. പ്യൂരിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് സെൻട്രിഫ്യൂഗേഷൻ, ഫിൽട്രേഷൻ, ഡയാലിസിസ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ക്യാരക്ടറൈസേഷനാണ്. നാനോ പാർട്ടിക്കിൾസിൻ്റെ സിന്തസിസ് ക്യാരക്ടറൈസ് ചെയ്യുന്നത് എന്തിനാണ്? നാനോ പാർട്ടിക്കിൾസിൻ്റെ സിന്തസിസ് ക്യാരക്ടറൈസ് ചെയ്യുന്നത് നാനോ പാർട്ടിക്കിൾസിൻ്റെ സൈസ്, ഷേപ്പ്, സ്റ്റെബിലിറ്റി ഇതൊക്കെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നാനോ പാർട്ടിക്കിൾസിൻ്റെ സൈസ്, ഷേപ്പ്, സ്റ്റെബിലിറ്റി ഇതൊക്കെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാനോ പാർട്ടിക്കിൾസിൻ്റെ സിന്തസിസ് ക്യാരക്ടറൈസ് ചെയ്യുന്നത്. അപ്പം ക്യാരക്ടറൈസ് ചെയ്യാനുള്ള ടെക്നിക്സ് ഏതൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ക്യാരക്ടറൈസ് ചെയ്യാനുള്ള ടെക്നിക്സ് ഒന്നാമത്തെ ആണ് TEM. TEM എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി അഥവാ TEM എന്ന് പറയുന്നത് നാനോ പാർട്ടിക്കിൾസിൻ്റെ സിന്തസിസ് ക്യാരക്ടറൈസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. TEM വെച്ച് നമ്മൾ കൺഫേം ചെയ്യുന്നത് നാനോ പാർട്ടിക്കിൾസിൻ്റെ സൈസ് ആൻഡ് മോർഫോളജിയാണ്. സൈസ് ആൻഡ് മോർഫോളജി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് TEM അഥവാ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത്. രണ്ടാമതൊരു മെത്തേഡാണ് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി. UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിൽ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ കൺഫേം ചെയ്യുന്നത്. UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിൽ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ആണ് കൺഫേം ചെയ്യുന്നത്. അതുപോലെ DLS എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ലൈറ്റ് സ്കാറ്ററിംഗ് ആണ്. ഡൈനാമിക് ലൈറ്റ് സ്കാറ്ററിങ്ങിൽ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ കൺഫേം ചെയ്യുന്നത്. ഡൈനാമിക് ലൈറ്റ് സ്കാറ്ററിംഗ്. ഈ ഡൈനാമിക് ലൈറ്റ് സ്കാറ്ററിംഗ് അഥവാ DLSൽ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ കൺഫേം ചെയ്യുന്നത്. നാലാമത്തെ മെത്തേഡാണ് എക്സ്റേ ഡിഫ്രാക്ഷൻ അഥവാ XRDയിൽ ക്രിസ്റ്റൽ സ്ട്രക്ചർ അനാലിസിസ് ആണ് കൺഫേം ചെയ്യുന്നത്. ക്രിസ്റ്റൽ സ്ട്രക്ചർ അനാലിസിസ് നമ്മൾ കൺഫേം ചെയ്യുന്നു. സോ ക്യാരക്ടറൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 4 ടെക്നിക്സ് ആണ് TEM ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി, DLS അഥവാ ഡൈനാമിക് ലൈറ്റ് സ്കാറ്ററിംഗ്, അതുപോലെ എക്സ്റേ ഡിഫ്രാക്ഷൻ അഥവാ XRD എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ടർക്കവിച്ച് മെത്തേഡാണ്. ടർക്കവിച്ച് മെത്തേഡ് എന്ന് പറയുന്നത് ഗോൾഡ് നാനോ പാർട്ടിക്കിൾസിൻ്റെ സിന്തസിസിന് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ടർക്കവിച്ച് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഗോൾഡ് നാനോ പാർട്ടിക്കിൾസിൻ്റെ സിന്തസിസിന് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ടർക്കവിച്ച് മെത്തേഡ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗോൾഡ് സോൾട്ട് ഏതാ? ടെട്രാക്ലോറോ ഓറിക് ആസിഡാണ്. ഗോൾഡിൻ്റെ സോൾട്ട് ടെട്രാക്ലോറോ ഓറിക് ആസിഡും റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് സോഡിയം സിട്രേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. റെഡ്യൂസിങ് ഏജൻറ്റ് സോഡിയം സിട്രേറ്റ്. സോ നമ്മുടെ സിട്രേറ്റ് അയോൺസ് എന്ത് ചെയ്യും? സിട്രേറ്റ് അയോൺസ് ഗോൾഡ് 3+ ആണ് അയോൺ ഉള്ളത്. സോ സിട്രേറ്റ് അയോൺ ഗോൾഡ് 3+ അയോണിനെ റെഡ്യൂസ് ചെയ്ത് ഗോൾഡ് ആറ്റമാക്കി മാറ്റും. അങ്ങനെ ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് ഫോം ചെയ്യും. സോ ഗോൾഡിൻ്റെ സോൾട്ട് ടെട്രാക്ലോറോ ഓറിക് ആസിഡും റെഡ്യൂസിങ് ഏജൻറ്റ് സോഡിയം സിട്രേറ്റും. ഇതിനകത്ത് സിട്രേറ്റ് അയോൺസ് ഗോൾഡ് 3+നെ റെഡ്യൂസ് ചെയ്ത് എന്താക്കി മാറ്റും? ഗോൾഡ് ആറ്റമാക്കി മാറ്റും. അങ്ങനെ ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് ഫോം ചെയ്യും. ഇതേ സിട്രേറ്റ് തന്നെ അഗ്രഗേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്ന സ്റ്റെബിലൈസറായിട്ട് ആക്ട് ചെയ്യും. ഇതേ സിട്രേറ്റ് തന്നെ എന്തും ചെയ്യും? അഗ്രഗേഷൻ പ്രിവെൻറ്റ് ചെയ്യും. അഗ്രഗേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്ന ക്യാപ്പിംഗ് ഏജൻറ്റ് അല്ലെങ്കിൽ സ്റ്റെബിലൈസറായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ഈ റിയാക്ഷൻ നടന്ന് ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് ഫോം ചെയ്യും. റിയാക്ഷൻ നടക്കുന്നത് ബോയിലിംഗ് ടെമ്പറേച്ചറിലാണ് എന്നുകൂടി ഓർത്ത് വയ്ക്കുക. റിയാക്ഷൻ നടക്കുന്ന ടെമ്പറേച്ചർ ബോയിലിംഗ് ടെമ്പറേച്ചറാണ്. ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് സൊല്യൂഷനിൽ ഒരു ക്യാരക്ടറിസ്റ്റിക് റെഡ് കളർ കാണിക്കും. വൈൻ റെഡ് കളറാണ് കാണിക്കുന്നത്. ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് സൊല്യൂഷനിൽ കാണിക്കുന്ന കളർ എന്താ? വൈൻ റെഡ് കളറ്. ഇനി നമ്മളുടെ കെമിക്കൽ റിഡക്ഷൻ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. കെമിക്കൽ റിഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് സിമ്പിൾ ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. സിമ്പിൾ ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് കെമിക്കൽ റിഡക്ഷൻ മെത്തേഡ്. അതുപോലെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. എന്ന് വെച്ചാൽ ഈ റിയേജൻസ് യൂസ് ചെയ്യുന്ന റിയേജൻസ് ഒക്കെ ഇൻഎക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതുപോലെ സ്കെയിലബിൾ മെത്തേഡാണ്. സ്കെയിലബിൾ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാസ് പ്രൊഡക്ഷന് വേണ്ടി വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന മെത്തേഡാണ്. അതുപോലെ നാനോ പാർട്ടിക്കിൾസിൻ്റെ ഷേപ്പിൻ്റെയും സൈസിൻ്റെയും പുറത്ത് നമുക്ക് കൺട്രോൾ ഉണ്ട്. ഷേപ്പും സൈസും നമുക്കറിയാം. അവരുടെ സൈസ് ഒരുപാട് കൂടാതിരിക്കാൻ നമ്മൾ സ്റ്റെബിലൈസിങ് ഏജൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റെബിലൈസിങ് ഏജൻസിൻ്റെ കോൺസെൻട്രേഷൻ മാറ്റി നമുക്ക് അവരുടെ സൈസ് കൺട്രോൾ ചെയ്യാം. അതുപോലെ അവരുടെ ഷേപ്പും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സോ 4 അഡ്വാൻറ്റേജ് ഏതൊക്കെയാണ്? സിമ്പിൾ ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. റിയേജൻസ് ഒക്കെ ഇൻഎക്സ്പെൻസീവ് ആയതുകൊണ്ട് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. സ്കെയിലബിൾ മെത്തേഡാണ്. വേണമെങ്കിൽ മാസ് പ്രൊഡക്ഷന് വേണമെങ്കിലും യൂസ് ചെയ്യാം. കൺട്രോൾ ഓവർ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദി നാനോ പാർട്ടിക്കിൾസ്.
നെക്സ്റ്റ് കെമിക്കൽ റിഡക്ഷൻ മെത്തേഡിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം കെമിക്കൽ റിഡക്ഷൻ മെത്തേഡ് വഴിയാണ് നമ്മൾ പ്ലാറ്റിനം ആൻഡ് പലേഡിയത്തിൻ്റെയൊക്കെ മെറ്റൽ നാനോ പാർട്ടിക്കിൾസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പ്ലാറ്റിനം ആൻഡ് പലേഡിയത്തിൻ്റെ മെറ്റൽ നാനോ പാർട്ടിക്കിൾസ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പല കെമിക്കൽ റിയാക്ഷൻസിലും കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന നാനോ പാർട്ടിക്കിൾസ് ആണ് പ്ലാറ്റിനത്തിൻ്റെയും പലേഡിയത്തിൻ്റെയും നാനോ പാർട്ടിക്കിൾസ്. അപ്പോൾ പ്ലാറ്റിനത്തിൻ്റെയും പലേഡിയത്തിൻ്റെയും നാനോ പാർട്ടിക്കിൾസ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാ? കെമിക്കൽ റിഡക്ഷൻ മെത്തേഡാണ്. അതുപോലെ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും നാനോ പാർട്ടിക്കിൾസ് ഈ ആൻറ്റിമൈക്രോബിയൽ ഏജൻസ് ആയിട്ടും ഡയഗ്നോസ്റ്റിക്സ് അറേസിലുമൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സോ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും നാനോ പാർട്ടിക്കിൾസിന് ആപ്ലിക്കേഷനുള്ള ഫീൽഡാണ് ബയോമെഡിക്കൽ ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ബയോമെഡിക്കൽ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് ഗോൾഡ് ആൻഡ് സിൽവർ നാനോ പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? അതും കെമിക്കൽ റിഡക്ഷൻ മെത്തേഡാണ്. മൂന്നാമത്തെ ഒരു ഫീൽഡാണ് സെൻസേഴ്സിൻ്റെ ഫീൽഡ്. നാനോ പാർട്ടിക്കിൾസിന് സർഫസ് ഏരിയയും റിയാക്ടിവിറ്റിയും കൂടുതലാണ്. നാനോ പാർട്ടിക്കിൾസിന് പ്രോപ്പർട്ടീസ് നമ്മൾ പറയുന്നുണ്ട്, സർഫസ് ഏരിയ കൂടുതലാണ്, റിയാക്ടിവിറ്റിയും കൂടുതലാണ്. സോ കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ സെൻസേഴ്സിൽ ഈ നാനോ പാർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒപ്റ്റോ ഇലക്ട്രോണിക്സിൽ ഈ നാനോ പാർട്ടിക്കിൾസിൻ്റെ മെറ്റൽ നാനോ പാർട്ടിക്കിൾസിൻ്റെ യുണീക്ക് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി കാരണം നമ്മൾ ഒപ്റ്റോ ഇലക്ട്രോണിക്സിൽ ആരെ യൂസ് ചെയ്യുന്നുണ്ട്? മെറ്റൽ നാനോ പാർട്ടിക്കിൾസിനെ യൂസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഒപ്റ്റിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ഡിവൈസസിൽ മെറ്റൽ നാനോ പാർട്ടിക്കിൾസിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. താങ്ക് യു.